The people of Wayanad supported me throughout the last 5 years. കഴിഞ്ഞ 5 വർഷങ്ങൾ മുഴുവൻ നിങ്ങൾ ഓരോരുത്തരും വയനാട്ടിലെ ജനങ്ങൾ എന്നെ പരിപൂർണമായി ഉള്ള പിന്തുണ എനിക്ക് നൽകിയിട്ടുണ്ട്. I was traveling across the country and the people of Wayanad were supporting me throughout. ഞാൻ ഈ രാജ്യം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലയളവിൽ മുഴുവൻ വയനാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചു. I was being interrogated by the ED for 55 hours. The people of Wayanad were supporting me throughout. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ 55 മണിക്കൂറുകൾ ചോദ്യം ചെയ്തപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ എൻ്റെ കൂടെ നിന്നു, എന്നെ പിന്തുണച്ചു. The BJP gave me a jail sentence, a 2-year jail sentence, 20 plus cases, and the people of Wayanad were supporting me throughout. എനിക്ക് BJP ഒരു 2 വർഷത്തെ ജയിൽ ശിക്ഷ നൽകിയപ്പോൾ 20-ലധികം കേസുകൾ എൻ്റെ പേരിൽ രാജ്യത്തൊട്ടാകെ ചാർത്തിയപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചു, എൻ്റെ കൂടെ നിന്നു. BJP took away my house. I got letters from people in Wayanad saying, please come and live in our house. BJP എൻ്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റിയപ്പോൾ എനിക്ക് വയനാട്ടിലെ നിങ്ങളിൽ പലരും എനിക്ക് കത്തെഴുതി, ദയവ് ചെയ്ത് വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കൂ എന്ന് വയനാട്ടിൽ നിന്ന് കത്തെഴുതി. And so, throughout this period, you have supported me with your love, affection, and support. ഈ കാലയളവിൽ മുഴുവൻ നിങ്ങളുടെ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, ഇഷ്ടം കൊണ്ട് നിങ്ങൾ എന്നെ പിന്തുണച്ചു, എൻ്റെ കൂടെ നിന്നു. So, this is beyond elections. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇലക്ഷന്, തെരഞ്ഞെടുപ്പിന് അതീതമായ ഒരു ബന്ധമാണ്. I can say, I could have said, look, people of Wayanad supported me in my elections and gave me a big victory. ഒരുപക്ഷെ എനിക്ക് പറയാമായിരിക്കാം, തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ജനങ്ങൾ എന്നെ പിന്തുണച്ചു, എനിക്ക് വലിയൊരു വിജയം നൽകി, അങ്ങനെയൊക്കെ എനിക്ക് പറയാം. But that is not the only thing that you have done. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് നൽകിയ വിജയം അത് മാത്രമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. When I was struggling and fighting the government of India, all the institutions, all the agencies, you gave me your love and affection, which is much more important than the vote. ഞാൻ ഇന്ത്യ ഗവൺമെന്റിനോടെതിരെ കഷ്ടപ്പെട്ട് പോരാടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളും അവരെനിക്കെതിരെ ഉപയോഗിച്ചതിനെതിരെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വാത്സല്യം, ഇഷ്ടം എനിക്ക് നൽകി. അത് നിങ്ങൾ നൽകിയ വോട്ടിനേക്കാളും വളരെയധികം വിലയുള്ളതാണ് എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. So you treated me like a family member and I can never thank you enough for that. നിങ്ങൾ എന്നെ ഒരു കുടുംബ അംഗത്തെ പോലെയാണ് കണ്ടത്. അതിന് നിങ്ങളോട് എന്നും എനിക്ക് സ്നേഹമുണ്ടായിരിക്കും. Even 20-30 speeches like this will not be good enough. നിങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ, നിങ്ങളോടുള്ള നന്ദിയെക്കുറിച്ച് പറയാൻ ഞാൻ 20-30 പ്രസംഗങ്ങൾ നടത്തിയാലും അത് മതിയാവില്ല. But I will remember it all my life. പക്ഷേ ഞാനിത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇതെൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും.